ടിക്കറ്റ് അകത്ത് 5:15 ടിക്കറ്റ് എടുക്കണം, 5:30 അകത്ത് വരണം. ഹലോ, ഞങ്ങൾ ഇന്ന് പോണ്ടിച്ചേരിക്ക് ഒരു 12-15 കിലോമീറ്റർ മാറിയുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഓറോവിൽ എന്ന സ്ഥലത്തെ മാട്രിമന്ദിറാണ് കാണാൻ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഓറോവിൽ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എക്സ്പെരിമെൻ്റൽ ഇൻ്റർനാഷണൽ ടൗൺഷിപ്പാണ് കേട്ടോ. 1968 ഈ ടൗൺഷിപ്പ് സ്ഥാപിച്ചത്. ഈ ടൗൺഷിപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള ആർക്കും മതവും രാജ്യവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് ഐക്യത്തോടെ ജീവിക്കാൻ ഒരു ടൗൺ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സിറ്റി ഓഫ് ഡോൺ എന്നുകൂടി പറയുന്നുണ്ടേ. രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് ഓറോവിലാണ് കാണാൻ പോകുന്നതെങ്കിലും ഓറോവിലേക്ക് കയറുന്നില്ല. പകരം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഓറോവിൽ വിസിറ്റർ സെൻ്ററാണ്. ഇവിടെ നിന്ന് നമുക്ക് ഓറോവിലെ മാട്രിമന്ദിറിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോകാൻ സാധിക്കും. അതിനായിട്ട് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് അറിയില്ല. ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ പൈസയും വാങ്ങി എല്ലാവർക്കും ഉള്ള ടിക്കറ്റും തന്നു. ഇവിടെ നമ്മൾ 5 മണിക്ക് മുമ്പ് വന്ന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല. പക്ഷേ ഞങ്ങളോട് 5:15 മുമ്പ് വന്നാൽ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ഇനി എല്ലാ ദിവസവും അങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. മാത്രമല്ല മാട്രിമന്ദിർ കാണാൻ നമ്മൾ 5:30 മാട്രിമന്ദിർ വ്യൂയിങ് പോയിന്റിലെത്തണം, അല്ലെങ്കിൽ അങ്ങോട്ട് നമുക്ക് കയറാൻ സാധിക്കില്ല. ഇവിടെ മാട്രിമന്ദിർ വ്യൂയിങ് പോയിൻ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ടേ. ഇവിടുന്ന് 30ഓളം മിനിറ്റ് നമുക്ക് നടന്നു പോകാനായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് 30 മിനിറ്റ് നടന്നല്ല പോകുന്നത്. ആ കാണുന്ന വാനിലാണ് ഞങ്ങൾ ഇന്ന് മാട്രിമന്ദിർ വ്യൂയിങ് പോയിന്റിലേക്ക് പോകുന്നത്. അതിനായി സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 6 പേര്. ഇപ്പം നമ്മൾ മാട്രിമന്ദിർ വ്യൂ പോയിൻ്റ് അടുത്തെത്തി. ഇവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഇനിയും ഒരു 10-15 മിനിറ്റ് നടക്കണം വ്യൂ പോയിന്റിലെത്താൻ. ആ കാണുന്നതാണ് മാട്രിമന്ദിർ. നമ്മൾ നെറ്റിലൊക്കെ ഓറോവിൽ നിന്ന് സെർച്ച് ചെയ്താൽ കാണാം ഇതിൻ്റെ കോ-ഫൗണ്ടർ ദ മദർ ആണെന്ന്. ആരാണ് ഈ മദർ? ആരാണ് ഇവർ മദർ എന്ന് വിശേഷിപ്പിക്കണമെന്ന് അറിയണ്ടേ? മിറ അൽഫാസ എന്നൊരു പാരീസ് യുവതിയാണ് ഇവർ മദർ എന്ന് പറയുന്നത്. വന്നത് പാരീസിൽ നിന്നാണെങ്കിലും പിന്നീട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്ത് ഇവിടെ സെറ്റിലാവുക മാത്രമല്ല, ഈ ഓറോവിൽ എന്നൊരു സ്വപ്ന തുല്യമായൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കൂടി ഇവർക്ക് സാധിച്ചു. ഈ ഓറോവില്ലിൽ കാണുന്ന ഓരോ കാര്യങ്ങളും ഈ പറഞ്ഞ മദറിൻ്റെ വിഷൻ അനുസരിച്ചുള്ളതാണ് കേട്ടോ. എന്തിന്, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന മാട്രിമന്ദിർ പോലും. വ്യൂയിങ് പോയിന്റിലേക്ക് നടക്കണ വഴി നല്ല രസമാണ് കേട്ടോ. ഒത്തിരി മരങ്ങളൊക്കെ പിടിപ്പിച്ച്, കൂടാതെ പക്ഷികളുടെ ശബ്ദവും കേൾക്കാം. മാത്രമല്ല ഇവിടെ വിസിറ്റേഴ്സിന് റെസ്റ്റ് എടുക്കാനായിട്ട് ബെഞ്ചും ഇട്ടിട്ടുണ്ടേ. കൂടാതെ നേരെ കാണുന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഷെൽട്ടേഴ്സും കാണാം. ഒരുപക്ഷെ ഉച്ച സമയത്തൊക്കെ വരുമ്പോൾ പാരഡൈസ് ബീച്ചിലൊക്കെ കണ്ട പോലെ നല്ല ചുട്ട് പൊള്ളണ ചൂടായിരിക്കും കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ 5 മണി കഴിഞ്ഞതുകൊണ്ടാകാം ഞങ്ങൾക്ക് അത്രയ്ക്ക് ചൂട് ഫീൽ ചെയ്തില്ല. ഞങ്ങൾ ഒടുവിൽ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നോ ഫോട്ടോ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് മാത്രം നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. മാട്രിമന്ദിർ ചേംബറിൻ്റെ അകത്ത് ഫോട്ടോ അലൗഡ് അല്ല എന്നാണ് ഞാൻ കേട്ടത്. ആ നേരെ കാണുന്നതാണ് കേട്ടോ മാട്രിമന്ദിർ.
ഇവിടെ മാട്രിമോന്തറിനോട് ചുറ്റിപ്പറ്റി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഓറോവിലിൻ്റെ മദർ തന്നെയാണ് കേട്ടോ ഈ പ്ലാനും ഐഡിയയും ഒക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മാട്രിമോന്തറിന് ചുറ്റും ലേക്ക് പണിയാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ തൊട്ട് മുമ്പിൽ കാണുന്ന വലിയൊരു കുഴി ആ ലേക്കിന് വേണ്ടി കുഴിച്ചതാണ്. ഈ ലേക്കിനെ മാട്രിമോന്തറിനെ ഒരു ഐസൊലേറ്റഡ് സോണാക്കി പുറം ലോകവുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ റെയിൻ വാട്ടർ റിസർവോയർ ആക്കുക, അങ്ങനെ കുറേ പ്ലാനുകളോട് കൂടിയാണ് ഇവർ ഈ ലേക്കിൻ്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓറോവിലിന് സെൻട്രലായിട്ട് ഇവരുടെ യൂണിറ്റിയുടെ ഒരു പാർക്ക് വേണമെന്ന ആഗ്രഹമാണ് ഒടുവിൽ നമ്മൾ ഈ കാണുന്ന മാട്രിമോന്തർ ആയത്. 1971 മാട്രിമോന്തറിന് തറക്കല്ലിടുന്നത്. 1973 നവംബർ 17 മാട്രിമോന്തർ താങ്ങി നിർത്താനായിട്ടുള്ള 4 കോൺക്രീറ്റ് തൂണുകൾ പൂർത്തിയാവുന്നത്. അതേ ദിവസം തന്നെ ഇവിടുത്തെ മദർ മരണപ്പെട്ടു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റോജർ ആങ്കർ എന്നൊരു ആർക്കിടെക്റ്റാണ് ഈ മാട്രിമോന്തർ നിർമ്മിച്ചത്. 1400 ഗോൾഡൻ ഡിസ്കുകൾ വെച്ചിട്ടാണ് മാട്രിമോന്തർ മുഴുവൻ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ 12 ഗാർഡനുകൾ മാട്രിമോന്തറിനോട് ചുറ്റി വരണം എന്നായിരുന്നു ഇവിടുത്തെ മദറിൻ്റെ പ്ലാൻ. അതിൽ കുറേ പണിത് കഴിഞ്ഞു, ബാക്കി ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണെന്നാട്ടോ ഞാൻ അറിഞ്ഞത്. ഈ 12 ഗാർഡനുകൾക്കും ഇവരുടെ മദർ നേരത്തെ തന്നെ പേരിട്ട് വെച്ചിരിക്കുന്നുണ്ട്. എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, ബ്ലിസ്, ലൈറ്റ്, ലൈഫ്, പവർ, വെൽത്ത്, യൂട്ടിലിറ്റി, പ്രോഗ്രസ്, യൂത്ത്, ഹാർമണി, പെർഫെക്ഷൻ. ഈ പേരുകളാണ് കേട്ടോ ഗാർഡന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 പേരുകൾ കൂട്ടിയെടുത്താൽ സച്ചിദാനന്ദ എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം വരുന്നത്. ഇതിൽ ഓരോ ഗാർഡൻ്റെയും സെൻട്രൽ ഫ്ലവർ ഇങ്ങത് വേണമെന്ന് കൂടി ഇവിടുത്തെ മദർ പറഞ്ഞു വെച്ചിട്ടുണ്ടത്രേ. ഇവിടുത്തെ ആൽമരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഓറോവിലിൻ്റെ സെൻറ്റർ കണ്ടെത്തുന്ന സമയത്ത് സെൻറ്ററാക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് 100ഓളം വർഷം പഴക്കമുള്ള ഒരു ആൽമരം കണ്ടെത്തിയിരുന്നു. എങ്കിൽ പിന്നെ ഓറോവിലിൻ്റെ സെൻറ്ററിലും ആൽമരങ്ങൾ തന്നെ ഇരിക്കട്ടെ എന്ന് ഇവിടുത്തെ മദർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ മാട്രിമോന്തറിനോട് ചുറ്റിപ്പറ്റി കുറേ ആൽമരങ്ങൾ കാണാമെന്നാണ് ഞാൻ കേട്ടത്. ആംഫി തിയേറ്റർ എന്ന് വെച്ചാൽ പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഈ കാണുന്നതാണ് ആംഫി തിയേറ്റർ. ഇതുപോലെ തന്നെ ഒരു ചെറിയ ആംഫി തിയേറ്ററിന് നടുക്ക് ഓറോവിലിൻ്റെ ഉദ്ഘാടന സമയത്ത് ഒരു ചെറിയ മൺകൂനയുടെ മുകളിൽ താമരമുട്ടിൻ്റെ ഷേപ്പുള്ള ഒരു കലശം സ്ഥാപിച്ചു. അതിനുള്ളിൽ ഇവിടുത്തെ മദറിൻ്റെ കൈയക്ഷരമുള്ള ഓറോവിലിൻ്റെ ചാർട്ടും ലോകമെമ്പാടുമുള്ള ഒരു പിടി മണ്ണും വെച്ച് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കലശം ഇവിടുത്തെ ഒരു കെടാവിളക്കാണെന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം വെളിച്ച സമയമായതുകൊണ്ടാണോന്നറിയില്ല, അങ്ങനെ ഒരു കെടാവിളക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടില്ല കേട്ടോ. ഈ ചെടികളുടെ ഇടയിലൂടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ കലശം കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഒരു ചെയറാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഡൊണേഷൻ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഗാർഡൻ ഉൾപ്പെടെയുള്ള പെയിൻറ്റിംഗ് വർക്ക്സിനായിട്ട് നമുക്ക് ഡൊണേഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ അതിനായി ഭണ്ഡാരവും QR കോഡും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് തിരിച്ചു പോകാനും അവർ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. ഞങ്ങൾ ഈ ബസ്സിലാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങളിപ്പോൾ തിരിച്ച് ബസ് ഇറങ്ങി. ഇവിടെ കഫേ, ഷോപ്സും ഡ്രിങ്കിങ് വാട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ റെൻ്റൽ സൈക്കിൾ അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഒത്തിരി ലേറ്റായെന്ന് മാത്രമല്ല, റോക്ക് ബീച്ചിലും പാരഡൈസ് ബീച്ചിലൊക്കെ നടന്ന് ഭയങ്കര ടയേർഡാണ്. ഇവിടുത്തെ ഷോപ്സിൽ ഓറോവിലിൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമുക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ. ഇവിടെ കുറേ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വിൻമിൽ പോലെ ഒന്ന് കാണാം കേട്ടോ. ഇവിടെ ഡ്രീം ക്യാച്ചർ മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു ഗൈസ്. പട്ടി ബാക്കിൽ പട്ടി. ഞങ്ങളിപ്പോൾ തിരിച്ച് വിസിറ്റേഴ്സ് സെൻറ്ററിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ട് എത്താറായി. ഞങ്ങളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴി ഈ വീഡിയോയുടെ ആദ്യം കണ്ടിട്ടുണ്ടാകും. നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോകാൻ ഈ വഴിയാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുവാണ്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.